ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 3 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ താഴെ നിന്നും ത്രെഡിനെ വലിച്ചെടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലൈനിലേക്ക്, സെൻറ്റർ ലൈനിലേക്ക് ഒരു ഷോർട്ട് ചെയിൻ കൊടുക്കാം. പിന്നെ ഫസ്റ്റത്തെ ലൈനിലേക്ക് ഇതുപോലെ വീണ്ടും അവിടെ നിന്നും ചെയിൻ ഇട്ടിട്ട് റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുത്തിട്ട് ലാസ്റ്റത്തെ ലൈൻ ഉണ്ടല്ലോ, ഏറ്റവും താഴത്തെ ലൈനിലേക്കാണ് നമ്മൾ വീണ്ടും ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ ചെയിൻ ലോക്ക് സ്റ്റിച്ച്, അതായത് ലോക്ക് സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചെറിയൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതാണ് ലോങ് ആൻഡ് ഷോർട്ട്. അതായത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇതുപോലൊരു ഹൊറിസോണ്ടലായിട്ടൊരു ഷോർട്ട് ചെയിൻ കൊടുക്കണം കേട്ടോ. നമ്മൾ ബട്ടൺ ഹോളൊക്കെ പഠിച്ചില്ലേ, അതേപോലെ. അതിനുശേഷം സെൻറ്ററിലെ ലൈനിലേക്ക് ഒരു ചെറിയ ചെയിൻ, അതായത് ഷോർട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക. അവിടെ നിന്നും ഫസ്റ്റത്തെ ലൈനിലേക്ക് ഇതേപോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ലൈനിലേക്കാണ് അതിന് റിവേഴ്സ് എടുക്കേണ്ടത്. സെൻറ്റർ ലൈനിലേക്കല്ല, ലാസ്റ്റ് ലൈനിലേക്ക് റിവേഴ്സ് എടുത്തിട്ട് വേണം ചെയിൻ ഇട്ട് കൊടുക്കാനും ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു ഹൊറിസോണ്ടലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക, ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ ലൈനിലേക്ക് ഒരു ചെറിയ ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്നും ഏറ്റവും മീതത്തെ ലൈനിലേക്ക് ചെയിൻ ഇട്ടിട്ട് താഴേക്ക്, ഏറ്റവും താഴത്തെ ലൈനിലേക്കാണ് നമ്മൾ റിവേഴ്സ് എടുക്കുന്നത്. എന്നിട്ട് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ അകലവും ഒരേപോലെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട് നോക്കുക. വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. എങ്ങനെയാണ്, എന്താണ് പറയുന്നത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം നമ്മളിവിടെ പഠിക്കുന്നത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിടുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ലീഫിൽ ചെയ്യാന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, തരുന്ന സ്റ്റിച്ചുകൾ, അതായത് ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് തരുന്ന സ്റ്റിച്ചുകളൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഏത് സ്റ്റിച്ചും എളുപ്പമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയിഡറിയും അതുപോലെ തന്നെ ആരി എംബ്രോയിഡറി ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഓരോ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ലോക്ക് ഇടാണ്ടാണ് റിവേഴ്സ് എടുക്കുന്നത് കേട്ടോ. ലോങ് സ്റ്റിച്ചിൽ നിന്ന് ഏറ്റവും ലാസ്റ്റത്തെ ലൈനിലേക്ക് നമ്മൾ റിവേഴ്സ് എടുക്കുന്നത്. സെൻറ്റർ ലൈനിൽ ലോക്ക് ഇടുന്നില്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ലീഫ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ചെറിയ ലീഫ് വരയ്ക്കുക. അതിന് പുറത്തേക്കായിട്ട് ഒരു വലിയ ലീഫും കൂടെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതേ, നമ്മൾ താഴത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനോട് യോജിച്ചിട്ട് വേണം സെൻറ്ററിലുള്ള ചെറിയ ലീഫ് വരാനായിട്ട്. ഞാനൊന്ന് മായ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് സെൻറ്ററിലൊരു ലൈനും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 3 ലൈനാണല്ലോ നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അതേപോലെ തന്നെയാണ് ഇതിലും ഒരു 3 ലൈൻ കണ്ടില്ലേ, സെൻറ്ററിൽ ലൈനും അതുപോലെ ചെറിയ ലീഫിൻ്റെയും വലിയ ലീഫിൻ്റെയും ഓരോ ലൈനുകൾ. ഇനി ഇതിന് ഞാനൊരു സിൽക്ക് ത്രെഡ് തന്നെ എടുക്കുന്നത് കണ്ടോ. അത് ത്രെഡ്, അപ്പോൾ ഇതിന് നമ്പർ കണ്ടില്ലേ. അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ ഇതുപോലെ ഈ ഹോളിലൊന്ന് സൂക്ഷിച്ച് വെക്കുക. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തീർന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്പർ നോക്കിയിട്ട് അടുത്തത് വാങ്ങാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിലെ ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് നീഡിലെടുക്കുക. എന്നിട്ട് ആ ഒരു ചെറിയ ലീഫിൻ്റെ ആ ഒരു കോർണർ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വീണ്ടും അവിടെ നിന്നും ഏറ്റവും മീതത്തെ ആ ഷാർപ്പ് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതുപോലെ റിവേഴ്സ് എടുക്കാം. ഇനി ഇവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് തൊട്ടടുത്ത് തന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ചെറിയ സ്റ്റിച്ച് നമ്മൾ, അതായത് ഷോർട്ട് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക. അവിടെ നിന്നും
ഇതുപോലെ ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടോ ഈ ഒരു ലൈനിലേക്ക് ഇതുപോലെ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുക്കുമ്പം നമ്മുടെ ആ ഒരു സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഒരു ചെയിൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ റിവേഴ്സ് എടുക്കുന്നത് ഏറ്റവും മീതത്തെ ലൈൻ, ഫസ്റ്റത്തെ ആ ഒരു ആ ലീഫ് വരച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ റിവേഴ്സ് എടുക്കുന്നത്. ഏറ്റവും അടുത്തായിട്ട് വേണം സെൻറ്ററിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ ലീഫ് വരച്ചിട്ടുണ്ടല്ലോ, ആ ചെറിയ ലീഫ് എപ്പോഴും അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുക്കുന്ന ആ ഒരു ലാസ്റ്റ് വരുന്ന ആ ഒരു ലീഫ് ഉണ്ടല്ലോ, വലിയ ലീഫ്, ആ ലീഫിലാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. മനസ്സിലായല്ലോ? സെൻറ്ററിലുള്ള ആ ഒരു ചെറിയ ലീഫിൽ നമ്മൾ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും. കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് നമ്മൾ ആ ഒരു പുറത്തേക്ക് ഔട്ടർ ലീഫ് ഉണ്ടല്ലോ, അതായത് ആ വലിയ ലീഫ്, ആ ലീഫിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. തൊട്ട് താഴെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ലോക്ക് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ലോക്ക് സ്റ്റിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ക്ലാസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. 50 സ്റ്റിച്ചിലും മീതെ 70 സ്റ്റിച്ചോളം നമ്മളിതിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് ഇതിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി കഴിഞ്ഞു. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരി എംബ്രോയ്ഡറിയാണ്. ആരി എംബ്രോയ്ഡറിയിൽ കുറച്ച് സ്റ്റിച്ചസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സ്റ്റിച്ചിങ് ആയിരുന്നെങ്കിലും ഫാബ്രിക് പെയിൻറ്റിങ്, ഗ്ലാസ് പെയിൻറ്റിങ്, ക്രോഷറ്റ് വർക്ക്, അങ്ങനെയുള്ളതൊക്കെ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഓൺലൈനായിട്ട് ആർക്കെങ്കിലും റെസിൻ ആർട്ടോ ഹൂപ്പ് ആർട്ടോ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സെൻറ്ററിലെ ആ ഒരു തൊട്ട് താഴെ നമ്മൾ ആ ചെറിയ ലീഫിൻ്റെ കോർണർ ഭാഗം ഉണ്ടല്ലോ, ആ ഷാർപ്പ് ഭാഗത്തിൻ്റെ തൊട്ട് താഴെ നിന്നാണ് നമ്മൾ ഫസ്റ്റിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയ ലീഫിലേക്ക് ചെറിയ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പുറത്തുള്ള ലീഫിലേക്ക് ലോങ് സ്റ്റിച്ച് കൊടുക്കുക. ലോങ് സ്റ്റിച്ച് കൊടുക്കുമ്പം താഴത്തെ ലൈനിലേക്ക് നമ്മൾ റിവേഴ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലാതെ നമ്മൾ ആ ലാസ്റ്റത്തെ ആ ലോങ് ഷോർട്ടിൻ്റെ അവിടെ ലോക്ക് കൊടുക്കുക ഒന്നും ചെയ്യരുത്. ലോങ് സ്റ്റിച്ചിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യുക, റിവേഴ്സ് എടുത്തിട്ട് വേണം ലോക്ക് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ റിവേഴ്സ് എടുക്കുക. ഞാൻ തരുന്ന ക്ലാസ്സുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ ഉണ്ടെങ്കിലൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. കുറേ പേരൊക്കെ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് ഫാഷൻ ഡിസൈനിങ് ആണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് ക്ലാസ് നമ്മൾ പഠിക്കുമ്പം നിങ്ങൾ പുറത്ത് പോയി പഠിക്കാൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ അവർ പഠിപ്പിച്ച് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഓരോ സ്റ്റിച്ചുകളും, ചില സ്റ്റിച്ചുകൾ നമ്മൾ ഒരു ലൈനിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 2 ലൈനിൽ 3 ലൈനിലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്നതുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ വരച്ച് ഇപ്പോൾ എത്ര പ്രാവശ്യമാണോ നിങ്ങൾ, അതായത് ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പിക്ചർ വരച്ചിട്ട് അത് ചെയ്ത് പഠിക്കുക. അതായത് നമുക്ക് ഒരു മോട്ടീഫ് റെഡിയാക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പ്രാക്ടീസ് ആവും. മനസ്സിലായി? അപ്പോൾ നമുക്കൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിരിക്കും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം. അപ്പോൾ ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ.
കേട്ടോ. അതായത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഒന്ന് സെൻഡ് ചെയ്യുക. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വാട്സപ്പിൻ്റെ ലിങ്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഇതിവിടെ കുറച്ച് കൂടുതൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ അത്രയും കാണിക്കാതിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, എൻഡ് നോട്ട് ഇടുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നിന്ന് വെച്ചിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കരുത്, ഈ ഒരു സെൻറ്ററിൽ വേണം നമ്മൾ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ടിൽ ലീഫ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ അതായത് ഔട്ട്ലൈൻ കൊടുക്കുക. അപ്പോൾ ഔട്ട്ലൈൻ ഞാനിവിടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബീഡ്, ചെറിയ ചെറിയ ഷുഗർ ബീഡൊക്കെ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബീഡ് വർക്കൊക്കെ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തോളൂ. അല്ലാത്തവർക്ക് നമുക്ക് നന്നായി പഠിച്ചതിന് ശേഷം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലും വേണമെങ്കിൽ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.